ഉള്ളിലുള്ളത് മാത്രമേ പുറത്തു വരൂ. 73 സങ്കീർത്തനം 1 മുതൽ 28 വരെ. ചിന്തയ്ക്കായിട്ട് 24 വാക്യം. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ചൈനയിലെത്തിയ പുതിയ മിഷണറിമാരോട് ചൈനയിൽ അവർക്ക് നേരിടേണ്ടി വന്നേക്കാവുന്ന വിഷമ സാഹചര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയായിരുന്നു ഹഡ്സൺ ടൈലർ. അതിനിടയ്ക്ക് അദ്ദേഹം ഒരു കോപ്പം നിറയെ വെള്ളമെടുത്ത് മേശപ്പുറത്ത് വെച്ച ശേഷം ആ മേശമേൽ ആഞ്ഞിടിച്ചു. കോപ്പയിലുണ്ടായിരുന്ന കുറേ വെള്ളം തൂവിപ്പോയി. അപ്പോൾ ഹഡ്സൺ ടൈലർ ഇപ്രകാരം പറഞ്ഞു: ചൈനയിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള കഷ്ടതകളുടെയും വേദനകളുടെയും പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വരും, പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ളത് മാത്രമേ പുറത്തു വരൂ. ഹഡ്സൺ ടൈലറിൻ്റെ ഈ വാക്കുകളിൽ ഒരു വലിയ ജീവിത തത്വശാസ്ത്രം അന്തർഭവിച്ചിട്ടുണ്ട്. കഷ്ടതകളും വേദനകളും പ്രതികൂല സാഹചര്യങ്ങളും നേരിടുമ്പോൾ പലരുടെയും ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് സങ്കടവും കോപവും നൈരാശ്യവും ചിലപ്പോൾ ദൈവത്തിലുള്ള അവിശ്വാസവുമായിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തായിരിക്കും പുറത്തു വരുന്നത്? ഇരുണ്ട് കയറി വരുന്ന കാർമേഘ പടലങ്ങൾ ആകാശത്ത് കാണുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് മാത്രമേ നിങ്ങൾ ഓടാവൂ എന്ന് ഒരു ഗ്രന്ഥകാരൻ പറയുന്നത് ശ്രദ്ധേയമാണ്. കഷ്ടതയുടെയും മനക്ലേശങ്ങളുടെയും കാർമേഘ പഠനങ്ങൾ കാണുമ്പോൾ നാം എവിടേക്കാണ് ഓടാറുള്ളത്? യെരുശലേമിലെ ബാർക്ലീസ് ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മത്താർ. അക്കാലത്ത് ഫലസ്തീനിൽ അറബികളും ഇസ്രയേലും തമ്മിൽ സംഘട്ടനം ഉണ്ടായപ്പോൾ അറബിയായ മത്താർ തൻ്റെ ഭാര്യയോടും 8 മക്കളോടും കൂടി ജോർദാനിലേക്ക് ഓടിപ്പോയി. ഏതാനും ചില്ലറ പണമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്വത്തെല്ലാം കണ്ടുകെട്ടപ്പെട്ടു. മത്താറും കുടുംബവും നിത്യവൃത്തിക്ക് വഴിയില്ലാതെ വലഞ്ഞു. ഒന്നും കയ്യിലില്ല. മത്താർ ബൈബിളിൽ വിശ്വസിച്ചിരുന്നു. 46 സങ്കീർത്തനം 1 വാക്യം: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവിടുന്ന് അടുത്ത തുണയായിരിക്കുന്നു എന്ന വാക്യത്തിൽ പൂർണ്ണമായും അദ്ദേഹം വിശ്വസിച്ചു. മാത്രമല്ല, പലപ്പോഴായി ഉരുവിടുകയും ചെയ്തു. പക്ഷെ കയ്യിൽ പണമില്ല. വിശന്ന് തളർന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഇനിയും ഒന്നും ശേഷിപ്പിച്ചില്ല. ദൈവമേ, ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരണമേ എന്ന് മത്താറും കുടുംബവും പ്രാർത്ഥിച്ചു. പിന്നീട് ഇളയ പുത്രനായ സാമുവേലിനെ, സാമി എന്നാണ് അവൻ വിളിക്കാറ്, വിളിച്ചുകൊണ്ട് ഒഴിഞ്ഞ 2 കുട്ടകളുമായി മത്താർ ചന്തയിലേക്ക് പോയി. ഇടയ്ക്ക് വെച്ച് സാമി ചോദിച്ചു: പപ്പ, നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ. മകനെ, ദൈവം പറഞ്ഞതനുസരിച്ചാണ് നാം പോകുന്നത്, മത്താർ മകനോട് പറഞ്ഞു. ചന്തയിൽ ചെന്ന് ഒരു സ്ഥലത്ത് ആ അച്ഛനും മകനും ഇരുന്നു, ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നത് മട്ടി. അതാ ഒരു മനുഷ്യൻ വരുന്നു. ബാർക്ലീസ് ബാങ്കിൽ മത്താറിനോട് കൂടെ ജോലി ചെയ്തിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സുഹൃത്തായിരുന്നു അയാൾ. അവർ കുറേ സമയം കുശലാന്വേഷണം നടത്തി. തൻ്റെ വിഷമാവസ്ഥയെപ്പറ്റി യാതൊന്നും മത്താർ പറഞ്ഞില്ല. എങ്കിലും ആ സുഹൃത്ത് യാത്ര പറഞ്ഞ് പിരിയുന്നതിന് മുമ്പ് 5 പവൻ എടുത്ത് മത്താറിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ശേഷം ഇപ്രകാരം പറഞ്ഞു: അങ്ങ് പണത്തിന് ബുദ്ധിമുട്ടുന്നുണ്ടാവും. നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഇത് സദയം സ്വീകരിക്കണം. മത്താർ നിറഞ്ഞ കൃതജ്ഞതയോടെ അത് സ്വീകരിച്ചു. മത്താറും മകനും കൊണ്ടുപോയ കുട്ടകൾ നിറയെ ഭക്ഷണ സാധനങ്ങളുമായി തിരിച്ചുപോയി. മടക്കയാത്രയിൽ സാമി ചോദിച്ചു: പപ്പ, ആ മനുഷ്യൻ ചന്തയിൽ വരുമെന്ന് ആര് പറഞ്ഞു? എനിക്കറിഞ്ഞുകൂടാ മകനെ. ദൈവത്തിൻ്റെ കരങ്ങളാണ് നമ്മെ പിടിച്ച് നടത്തുന്നത്, മത്താർ പ്രതിവചിച്ചു. എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള വാഗ്ദാനത്തിൽ മത്താർ വിശ്വസിച്ചു. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ രോഗശൈലിയിലാണോ? മനസ്സ് നിരാശാബ്ദമാണോ? പ്രതികൂല സാഹചര്യത്തിൻ്റെ കനത്ത പ്രഹരം ഏൽക്കുന്നുണ്ടോ? തകർന്നുപോയി എന്ന വിചാരം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ? ഹഡ്സൺ ടൈലർ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലുള്ളത് മാത്രമേ പുറത്തു വരൂ. നിങ്ങളെ ഒരിക്കലും കൈവിടാത്ത ദൈവത്തിൽ പരിപൂർണമായി വിശ്വാസം അർപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ ഈ ഘട്ടങ്ങളിൽ? ഓർക്കണമേ, സ്വർഗ സമ്മാനത്തിനായി നമ്മെ ഒരുക്കുന്ന പരിശീലനമാണ് ജീവിതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:1. നിങ്ങളുടെ ഹൃദയം കറങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ
കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.